ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 8 വേഴ്സസ് Redmi 8 സ്പീഡ് ടെസ്റ്റ് ആണ്. ഏത് ഫോണായിരിക്കും ഒന്നാമതെത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളതെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ടായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് മാത്രമാണ് തുറന്നു നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ തുറന്നു നോക്കുന്നത്. 2 ഫോണിൻ്റെയും റീസെൻറ്റ് ആപ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് Redmi Note 8 1 മിനിറ്റും 44 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം Redmi 8 1 മിനിറ്റും 28 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത്ഭുതകരമായൊരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. Redmi Note 8 3 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം Redmi 8 2 മിനിറ്റും 36 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇവിടെ Redmi 8 ആണ് ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ച് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസ് നമുക്ക് തരിക എന്നുള്ളത് നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 3 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ട് റെഡ്മി നോട്ട് 8 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റെഡ്മി 8 4 മിനിറ്റ് 3 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. ഏഴ് മിനിറ്റ് 3 സെക്കൻഡ് കൊണ്ട് റെഡ്മി നോട്ട് 8 സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റെഡ്മി 8 7 മിനിറ്റ് 31 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സ്പീഡ് ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനറൽ ആപ്ലിക്കേഷൻസിൽ റെഡ്മി 8 നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ റെഡ്മി നോട്ട് 8 ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ആപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നത് റെഡ്മി നോട്ട് 8 തന്നെയാണ്. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെ റീബൂട്ടിംഗ് ടൈം ഒന്ന് നോക്കാം. റെഡ്മി നോട്ട് 8 27 സെക്കൻഡ് കൊണ്ട് റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അതേസമയം റെഡ്മി 8 31 സെക്കൻഡ് കൊണ്ടാണ് റീബൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗീവ് അവേകളിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.